കലാത്തിയ പ്ലാന്റുകളുടെ വെറൈറ്റീസ് ഒരുപാടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് റീപ്പോർട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇലകളും അതേപോലെ തന്നെ കുഞ്ഞു ബേബി പ്ലാന്റുകൾ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് വരുള്ളൂ. അപ്പോൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട സമയം എപ്പോഴാണ്, അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് റീപ്പോർട്ട് കൊടുക്കേണ്ടത്, ആ സമയത്ത് ചെയ്ത് കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ലൈക്ക് തരാനായിട്ടും അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കൃത്യമായിട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് ഇതേപോലെ അടിഭാഗത്തൊക്കെ ഉള്ള ഇലകളിലൊക്കെ ഇതേപോലെ തൂമ്പ് ഭാഗമൊക്കെ ചെറുതായിട്ട് മഞ്ഞ കളറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ആ തൂമ്പ് ഭാഗം ഒന്ന് ഇതേപോലെ കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഇലയിൽ വരുന്ന ആ ഒരു പ്രശ്നവും മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഇലകളോട് കൂടിയിട്ട് ആ ഒരു പോട്ടിൽ നിലനിർത്താൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിഭാഗത്ത് പഴുത്ത ഇലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുഭാഗത്തൊക്കെ മഞ്ഞ കളർ കയറി അല്ലെങ്കിൽ നമുക്കിതേപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് കിട്ടാത്ത ഇലകളൊക്കെ ആണെങ്കിൽ അങ്ങനെ വരുന്ന ഇലകൾ നമ്മൾ ചുവട് ഭാഗത്ത് ആ ഞെട്ടോട് കൂടിയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഇലകളൊക്കെ ഇതിൽ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കുള്ള ഇലകളിലേക്കൊക്കെ പെട്ടെന്ന് ഈ ഒരു മഞ്ഞ കളർ വരാനും അതേപോലെ തന്നെ ഇലകളൊക്കെ ചുളുങ്ങി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ചുവട്ടിലുള്ള ഇലകളൊക്കെ നന്നായിട്ട് ഇതേപോലെ കണ്ടോ മഞ്ഞ കളർ ഒരു പകുതിയോളൊക്കെ കയറി, ഇല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് മറിച്ച് നോക്കുന്ന സമയത്തൊക്കെ അടിഭാഗത്തും അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇല കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് വെച്ചുകൊണ്ടിരുന്നാൽ മുകളിലേക്കുള്ള ഇലകൾ കൂടി കുറച്ചുകൂടി പെട്ടെന്ന് പഴുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കലാത്തിയ പ്ലാന്റിനൊക്കെ പൂക്കൾ വരും. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സീഡ് അതിൽ വരും. ആ സീഡ് നിർത്താണ്ടിരിക്കുന്നതാണ് നല്ലത്. അത് ഭാവി മുളപ്പിക്കലൊക്കെ റിസ്ക്കാണ്. നമുക്കിതിൻ്റെ തൈകൾ നട്ടിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതേപോലെ കണ്ടോ പിരിച്ച് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ കത്രിക ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ കണ്ടോ അതിൽ ഒരുപാട് സീഡുകൾ ഉണ്ടാവും. അതൊക്കെ മൂക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് പഴുത്തു പോകാനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു ഇലയോ ഇല്ലെങ്കിൽ ഈ പൂക്കളോ നിർത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടിയുടെ അടിഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ കാണാതെ നിൽക്കുന്ന പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരഞ്ഞു പിടിച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കൂടുതലായിട്ടുള്ള ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് പഴുക്കാനൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു പോട്ട് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു പ്ലാന്റ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് എടുക്കേണ്ട പോട്ട് മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പകുതി ഭാഗത്തേക്ക് നമുക്ക് മണ്ണെടുക്കാം, കാൽഭാഗത്തേക്ക് ചകിരിച്ചോറ്, കാൽഭാഗത്തേക്ക് ചാണകപ്പൊടി, കുറച്ച് പെർലൈറ്റ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടോ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തോ കൃത്യമായ ഒരു ഈർപ്പ ഈ ഒരു പോട്ട് മിക്സിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിയിലേക്ക് ഈ ഒരു പ്ലാന്റ് മാറ്റി നടാനായിട്ട്. അപ്പോൾ നടുന്ന സമയത്ത് ആദ്യത്തെക്കാളും കുറച്ചുകൂടിയും വലിയൊരു പോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അതിൻ്റെ ആ ഒരു വേരൊക്കെ കംപ്ലൈൻ്റ് ആവാത്ത രീതിയിൽ, കൂടുതൽ കട്ടാവാത്ത രീതിയിൽ അതിന് കുറച്ച് മണ്ണ് എടുത്ത് മാറ്റിയിട്ട് പുതിയ മണ്ണ് നിറച്ചിട്ട് വേണം നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ അടിഭാഗത്തേക്കോ അതേപോലെ തന്നെ സൈഡ് ഭാഗത്തേക്കൊന്നും ഒരുപാട് വേര് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈഡ് ഭാഗത്തുനിന്നും അടിഭാഗത്തുനിന്നും കുറച്ച് മണ്ണ് അതിൻ്റെ വേരൊന്നും അധികം ഇളകി പോകാതെ മെല്ലെ നമ്മൾ എടുത്തു മാറ്റുക. അപ്പോൾ റീപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ ഒക്കെ നമ്മൾ വെള്ളം നനയ്ക്കുന്നതൊന്ന് നിർത്തുക. നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് പോട്ട് മിക്സ് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഈ ഒരു പ്ലാന്റിനെ ഞാൻ കുറച്ച് വെള്ളം നന്നായിട്ട് മഴ നനയാനായിട്ട് ഒരു ദിവസം പുറത്തേക്ക് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോട്ട് മിക്സ് കുറച്ച് നനഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് ഈർപ്പമില്ലാതിരുന്നാലാണ് നന്നായിട്ട് നമുക്ക് ഈ ഒരു മണ്ണൊക്കെ അതൊന്ന് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേറൊന്നും അധികം കട്ടാവാതെ കുറച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നേ പറഞ്ഞ പോട്ട് മിക്സ് ചെടിച്ചട്ടിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അടിഭാഗത്ത്. അതിനുശേഷം നമുക്ക് ഈ പ്ലാന്റ് വെച്ച് സൈഡ് ഭാഗത്തൊക്കെ നല്ല മണ്ണ് പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്ക് വെച്ച് കൊടുക്കുക. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു മാസത്തേക്കൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോട്ട് മിക്സിൽ ആദ്യമേ കൃത്യമായിട്ട് സ്പ്രേ ചെയ്തിട്ട് ഈർപ്പം നിലനിർത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇലയിൽ നമുക്ക് ഇതേപോലെ വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഈർപ്പൊക്കെ പോട്ട് മിക്സത്തെ ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം നമുക്ക് തുടർന്നുള്ള സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് ആ വേരൊക്കെ നന്നായിട്ട് വരും, ആ ചെടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതിന് ശേഷം നമുക്ക് ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ കലാത്തിയ പ്ലാന്റ് കെയറിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.